ഒരു കാരണവശാലും നിങ്ങൾ പഠനത്തിൽ നിന്ന് പിന്മാറരുത്. ഈ ഒരു വർഷം ശരിക്കും ഇപ്പോൾ ഏപ്രിൽ വരെ ആയി, എന്നാൽ പോലും ഇനി കുറച്ച് മാസങ്ങളുണ്ട്. അപ്പോൾ ഈ വർഷം തീർച്ചയായിട്ടും നിങ്ങൾ ഈ പഠനത്തിന് വേണ്ടി മാത്രം മാറ്റി വെക്കുക. ഈ ഒരു വർഷത്തെ കഷ്ടപ്പാട് നിങ്ങളുടെ ലൈഫ് നന്നായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ട്, നല്ല ലൈഫ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി, നല്ലൊരു ജോബ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു വർഷം നിങ്ങൾ കുറച്ചൊക്കെ ത്യജിക്കുക എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് നമ്മൾ കാണണം. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഹലോ, നമസ്കാരം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യം, ചില ആൾക്കാർക്ക് ഇപ്പോഴും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമോ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നുള്ളവർക്ക് ഇത് നമ്മൾ നോക്കുന്നില്ല, ഇനി നമുക്ക് അടുത്ത എക്സാം നോക്കാം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഉള്ളവർക്കും, അതുകൂടാതെ തന്നെ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്, അതോടൊപ്പം തന്നെ വേറെ എക്സാമും നോക്കുന്നുണ്ട്, അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ ഒരു സുവർണ അവസരമാണ്. കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് വരുന്നുണ്ട്, കമ്പനി ബോർഡ് LGS വരുന്നുണ്ട്, അതുപോലെ തന്നെ ബീവറേജ് LD വരുന്നുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഒരു അവസരമാണ്. ഇത് സാധാരണ ഡിഗ്രി ലെവൽ എക്സാമിനേക്കാളും ഒഴിവുകൾ കുറച്ചുകൂടിയുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ കമ്പനി ബോർഡ് LGSന് ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ തന്നെ ആയിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഒരു പ്രത്യേകതയാണ്. 7th സ്റ്റാൻഡേർഡ് പാസ്സാവുക എന്നുള്ളതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത്. പക്ഷേ ഡിഗ്രിക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ കഴിയും. അപ്പോൾ അതിന് ഒരുപാട് ആൾക്കാർ അതിന് അപ്ലൈ ചെയ്യാൻ ചാൻസ് ഉണ്ട് കമ്പനി ബോർഡ് LGSന്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരെ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നാലും, ഒഴിവുകൾ ഒരുപാട് ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും, ഇപ്പോൾ പൊതുവേ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കട്ട് ഓഫ് ഒരുപാട് കൂടുതലായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം കട്ട് ഓഫ് ഒരുപാട് കൂടുതലായിരിക്കും. അല്ലാതെ നമ്മൾ റിസൾട്ട് വരുമ്പോൾ നമ്മൾ ഞെട്ടിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മുടെ ഈ കമ്പനി ബോർഡ് LGS 2021 ലാസ്റ്റ് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. റാങ്ക് ലിസ്റ്റ് 2024 ആയപ്പോൾ വരികയും ചെയ്തു. ഏകദേശം ഒരു 7000-ഓളം പേര് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അതിൽ മെയിൻ ലിസ്റ്റിൽ അതിലും കുറവ് ആൾക്കാരാണ്. അപ്പം മെയിൻ ലിസ്റ്റും സപ്ലിയിലും കൂടെയാണ് ഏകദേശം 7000-ഓളം പേരുണ്ടായിരുന്നത്. അതിൽ മെയിൻ ലിസ്റ്റിൽ അതിലും കുറച്ച് ആൾക്കാർ, എനിക്ക് തോന്നുന്നു 3000 അത്ര എന്തോ ഉള്ളൂ മെയിൻ ലിസ്റ്റിൽ വന്നിരുന്നത്. എന്നാൽ പോലും സപ്ലി ലിസ്റ്റിൽ നിന്ന് പോലും കുറേ അധികം ആൾക്കാർക്ക് കയറാൻ പറ്റുന്നുണ്ട് ഈ കമ്പനി ബോർഡ് LGSൽ. അപ്പോൾ ഇനി നമുക്കത് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് ഈ വർഷം ലാസ്റ്റേക്ക് ആകുമ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം അതിൻ്റെ കാലാവധി, നമ്മൾ ഈ വർഷം ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന് 2026 പ്രിലിമിനറി എക്സാമൊക്കെ ഒരു 2026 പകുതിയോടുകൂടി പ്രിലിമിനറി എക്സാമൊക്കെ നടത്തി, ലാസ്റ്റ് 2026 ലാസ്റ്റോടുകൂടി മെയിൻ എക്സാമൊക്കെ നടത്തി, അതായത് അടുത്ത വർഷം എക്സാം നടക്കുന്ന രീതിയിൽ ആയിരിക്കും വരുന്നത്. അപ്പോൾ അടുത്ത വർഷം എക്സാം നടക്കണമെങ്കിൽ ഈ വർഷം ലാസ്റ്റെങ്കിലും നോട്ടിഫിക്കേഷൻ വരേണ്ട ഒരു ചാൻസ് ഉണ്ട്. അപ്പം ഒരുപാടധികം ഒഴിവുള്ള ഒരു ഇതാണ് ഈ കമ്പനി ബോർഡ് LGS. ഒരുപാട് പേര് ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഡിഗ്രിക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 7th പാസ്സാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. ഒരുപാട് ഡിഗ്രിക്കാർ, അതായത് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, അതുപോലെ KS, ഇതിലൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയാലും ഒരു എബോവ് ആവറേജ് സ്റ്റുഡൻ്റ് ആയാലും ചിലപ്പോൾ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവരെല്ലാം വരുന്നത് ഇതിലോട്ടായിരിക്കും. അപ്പോൾ അവരിവിടെ വന്നായിരിക്കും റാങ്ക് ലിസ്റ്റിൽ കയറുന്നത്. അപ്പോൾ അവരൊക്കെ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും കട്ട് ഓഫ് നന്നായിട്ട് കൂടും. കഴിഞ്ഞ പ്രാവശ്യം കട്ട് ഓഫ് എന്ന് പറയുന്നത് 76 ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം കട്ട് ഓഫ് അതിനേക്കാളും നന്നായിട്ട് കൂടും, ഉറപ്പാണ്. കാരണം കോമ്പറ്റീഷൻ ലെവൽ കൂടിയതുകൊണ്ട് എല്ലാവർക്കും അറിയാം വെറുതെ ഇനി എളുപ്പ വഴിയൊന്നും നടക്കില്ല. നന്നായിട്ട് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റുള്ളൂ എന്ന് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം എന്ത് ചെയ്യുന്നു, റാങ്ക് ലിസ്റ്റിൽ ആൾക്കാരെ കുറയ്ക്കുകയും ചെയ്യുന്നു. രണ്ട് സാഹചര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നന്നായിട്ട് കട്ട് ഓഫ് കൂടും. പിന്നെ വരുന്ന ഒരു മെയിൻ ഇതാണ് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പോലെയുള്ള മറ്റുള്ള എക്സാമിനേക്ക് അപേക്ഷിച്ച് ഇത്തിരി ഒഴിവ് കൂടുതലുള്ള സംഭവമാണ് ഈ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഒരുപാട് പേര് സ്വപ്നം കാണുന്ന ഒരു ജോബ് തന്നെയാണ്. KSFEയിലും KSEBയിലും ഒക്കെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇന്നലെയും കൂടെ KSFEയിൽ പോയിരുന്നു. അപ്പോൾ എന്ത് സുഖമാണ് സത്യം പറഞ്ഞാൽ KSFEയിലെ ജോലി എന്ന് പറയുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും എന്ത് ജോളിയായിട്ടാണ്, എന്ത് ഇതായിട്ടിരിക്കുന്നത്. അവർ അത്രയും കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയ ജോലിയാണ്. അപ്പോൾ അവരങ്ങനെ ഇരിക്കുന്നപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ സാധാരണ ഒരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ അവർ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്കൊരു
ഒരുമാതിരിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരെന്താ ജോലി ചെയ്യാതെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെയും തോന്നുന്നില്ല, എനിക്ക് സന്തോഷമാണ് തോന്നിയത്. കാരണം അവർ അത്രയും വർക്ക് ചെയ്തതിൻ്റെ റിസൾട്ടിലാണ് അവരവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവരങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു സമാധാനം, ഇങ്ങനെ പറയാൻ പാടില്ല ശരിക്കും. സത്യം പറഞ്ഞാൽ എന്ത് ഒരു ഭയങ്കര ഫ്രീ മൈൻഡോടുകൂടി എന്ത് സന്തോഷത്തോടെ എന്ത് സുഖമാണ്. പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു ഈ ബാങ്ക് ജോലിയാണ് ഏറ്റവും സൂപ്പർ, കാരണം AC റൂമിലിരുന്ന് നല്ല കിടിലായിട്ട് ഒക്കെ ഇരിക്കാമെന്നുള്ള ഒരു ഇത് നമുക്ക് പണ്ട് നമ്മളെപ്പോഴും പറയും ബാങ്ക് ജോബ് ഭയങ്കരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ട് ബാങ്കിൻ്റെ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ബാങ്ക് കോച്ചിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് പോകുമായിരുന്നു. അപ്പോൾ അത് അന്നത്തെ കാലത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു. ബാങ്ക് കോച്ചിങ്ങിന് പോവുക, അവിടുത്തെ ജോലി കിട്ടുന്നത് ഭയങ്കര ഒരു കിടിലമാണ് എന്നൊക്കെയുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്നും അതൊന്നും ഒന്നുമല്ല. ഇന്നലെ KSFEയിൽ പോയിട്ട് വന്നപ്പോൾ എന്ത് സെറ്റപ്പാണ് അതിനകത്ത് അവർ ഇരിക്കുന്നതായാലും, AC റൂം, അതുപോലെ എന്ത് സുഖ സൗകര്യങ്ങളോട് എന്ത് ഹാപ്പി ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അതൊക്കെ ഇടയ്ക്ക് നമ്മൾ കാണണം. കാരണം നമുക്കും അങ്ങനെ അവിടെ പോയി വർക്ക് ചെയ്യാൻ കഴിയണം എന്നൊക്കെയുള്ള ചെറിയ ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരും ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും. ബീവറേജ് LD, അപ്പം ബീവറേജ് LDയെക്കുറിച്ച് നമുക്കറിയാം, ബോണസൊക്കെ ഭയങ്കരമായിട്ടും കിട്ടുന്ന ഒരു ഇതാണ് ബീവറേജ് LD എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർഷം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ്. അടുത്ത 2026 ഈ കമ്പനി ബോർഡ് LGSനും കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് അതിനൊക്കെ, അതുപോലെ ഇത് ബീവറേജ് LD അതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ്. കാരണം നിങ്ങൾക്ക് അത്രയും ടൈം കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് അത്രയും റിവിഷൻ ചെയ്യാൻ ടൈം കിട്ടുന്നുണ്ട്. ഇത് സെയിം സിലബസാണ് ഈ പ്രിലിമിനറിക്ക് വരുന്നത്. ഈ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഒക്കെ സിലബസ് സെയിം ആണ്. എന്തൊക്കെ പറഞ്ഞാൽ 10th ലെവലായാലും ഡിഗ്രി ലെവലായാലും ഏതായാലും ഈ പ്രിലിമിനറി സിലബസൊക്കെ ഏകദേശം ഒന്നാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഒരുപാട് ടൈം റിവൈസ് ചെയ്യാൻ കിട്ടുന്നുണ്ട്. ഈ വർഷം നിങ്ങൾ എന്താണോ പ്രിപ്പയർ ചെയ്യുന്നത്, നിങ്ങൾ എന്താണോ പഠിക്കുന്നത്, അതായിരിക്കും നിങ്ങൾ അടുത്ത വർഷത്തെ റിസൾട്ടിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴേ നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു പോസ്റ്റാണ് കേട്ടോ. നല്ല സാലറിയും അതുപോലെ നല്ല ജോബുമാണ്, ഒരുപാട് ഒഴിവുകളുണ്ട്, സ്റ്റേറ്റ് വൈഡ് എക്സാമാണ്. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനെക്കാരും ഒക്കെ ഒരുപാട് അധികം ഒഴിവുകൾ വരുന്നതാണ്. അപ്പോൾ വിജയം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.